ഹായ്, പുതിയ കാഴ്ചകളിലേക്ക്, പുതിയ ദൂരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വിസ് സഞ്ചാരി. ചരിത്രം ചിലപ്പോൾ പുസ്തകങ്ങളുടെ താളുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് കല്ലുകളിലും ശില്പങ്ങളിലും ഗോപുരങ്ങളിലും ജീവിക്കുന്നു. ഇന്ത്യയുടെ തലസ്ഥാനമായ ദില്ലിയുടെ ഹൃദയഭാഗത്ത് നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾ നെഞ്ചിലേറ്റി ആകാശത്തേക്ക് അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന ഒരു മഹത്തായ സ്മാരകമുണ്ട്. അതാണ് കുത്തബ് മീനാർ. ദൂരെ നിന്നു തന്നെ കണ്ണുകളെ ആകർഷിക്കുന്ന ഈ ഗോപുരം വെറും ഒരു നിർമ്മിതിയല്ല. സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും പതനവും കലയുടെ വികാസവും മനുഷ്യന്റെ സൃഷ്ടിപരമായ കഴിവും ഒത്തുചേർന്ന ഒരു ചരിത്ര കാവ്യമാണ്. ഇന്ന് ലോക പൈതൃകത്തിന്റെ ഭാഗമായ ഈ സ്മാരകം 8 നൂറ്റാണ്ടുകൾക്കപ്പുറവും മനുഷ്യ സംസ്കാരത്തിന്റെ അഭിമാനമായി നിലകൊള്ളുന്നു. പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ദില്ലി സുൽത്താനേറ്റിന്റെ സ്ഥാപകനായ കുത്തബ് ബീൻ ഐബക്കാണ് ഈ ഗോപുരത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഈ മഹത്തായ പദ്ധതിയെ പൂർത്തിയാക്കി. കാലം മാറി, ഭരണാധികാരികളും മാറി. പക്ഷേ കുത്തബ് മീനാറിന്റെ ഉയർച്ച ഒരിക്കലും അവസാനിച്ചിട്ടില്ല. ഓരോ ഭരണാധികാരിയും ഈ സ്മാരകത്തിൽ തങ്ങളുടേതായ കാലഘട്ടത്തിന്റെ മുദ്രകൾ പതിപ്പിച്ചു. ഏകദേശം 73 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ഈ ഗോപുരം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഇഷ്ടിക നിർമ്മിത മിനാരുകളിൽ ഒന്നാണ്. 5 നിലകളിലായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇതിന്റെ ഓരോ ഭാഗവും വാസ്തുവിദ്യയുടെ അത്ഭുതങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നു. ചുവന്ന മണൽക്കല്ലുകളും മാർബിളും ഉപയോഗിച്ച് നിർമ്മിച്ച പുറം ഭാഗങ്ങൾ സൂക്ഷ്മമായ കൊത്തുപണികളാലും അറബിക് ലിഖിതങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ നിലയും ഓരോ കാലഘട്ടത്തിന്റെ കഥകൾ പറയുന്നത് പോലെ തോന്നും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശില്പികൾ കൈകൊണ്ട് തീർത്ത ആ രൂപങ്ങൾ ഇന്നും അതേ ഭംഗിയിൽ നിലനിൽക്കുന്നു. അക്കാലത്ത് ആധുനിക യന്ത്ര സാമഗ്രികളൊന്നുമില്ലാതെ ഇത്രയും കൃത്യതയോടെ ഇത്തരമൊരു നിർമ്മിതി സൃഷ്ടിച്ചത് ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പ്രഭാതത്തിലെ സൂര്യകിരണങ്ങൾ കുത്തബ് മീനാറിന്റെ ചുവന്ന കല്ലുകളിൽ പതിയുമ്പോൾ മുഴുവൻ സ്മാരകവും സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നു. പക്ഷികളുടെ ശബ്ദവും മൃദുവായ കാറ്റും ചേർന്ന് ചരിത്രത്തിന്റെ സംഗീതം സൃഷ്ടിക്കുന്നത് പോലെ അനുഭവപ്പെടും. സന്ധ്യയാകുമ്പോൾ ആകാശത്തിന്റെ നീലയും ഓറഞ്ചും ചുവപ്പും കലർന്ന നിറങ്ങൾക്കിടയിൽ കുത്തബ് മീനാർ കൂടുതൽ ഗംഭീരമായ ഒരു സാന്നിധ്യമായി മാറുന്നു. എന്നാൽ കുത്തബ് മീനാറിന്റെ കഥ ഈ ഗോപുരത്തിൽ മാത്രം അവസാനിക്കുന്നില്ല. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വിശാലമായ കുത്തബ് സമുച്ചയം മധ്യകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരധ്യായമാണ്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന പുരാതന പള്ളികൾ, തകർന്ന അവശിഷ്ടങ്ങൾ, അലങ്കാര കവാടങ്ങൾ, ശിലാലിഖിതങ്ങൾ എല്ലാം ചേർന്ന് ഒരു കാലഘട്ടത്തെ നമ്മുടെ മുന്നിൽ ജീവനോടെ അവതരിപ്പിക്കുന്നു. ഈ സമുച്ചയത്തിലെ ഏറ്റവും കൗതുകകരമായ സ്മാരകങ്ങളിൽ ഒന്നാണ് പുരാതന ഇരുമ്പു തൂൺ. ഏകദേശം 16 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ തൂൺ ഇന്നും തുരുമ്പു പിടിക്കാതെ നിലകൊള്ളുന്നു. ആധുനിക ശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഈ സാങ്കേതിക മികവ് പുരാതന ഇന്ത്യൻ ലോഹ വിജ്ഞാനത്തിന്റെ മഹത്വം തെളിയിക്കുന്നു. നൂറ്റാണ്ടുകളായി ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഈ സ്മാരകത്തെ പരീക്ഷിച്ചു. പല ഭാഗങ്ങളിലും കേടുപാടുകൾ നേരിട്ടെങ്കിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെ അതിന്റെ പൈതൃക ഭംഗി സംരക്ഷിക്കപ്പെട്ടു. ഇന്ന് ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകനും ചരിത്രത്തെ വെറുതെ വായിക്കുകയല്ല, അത് നേരിട്ടനുഭവിച്ചറിയുകയാണ്. കല്ലുകളിൽ കൊത്തിവെച്ച ഓരോ വരയും ഓരോ രൂപവും നമ്മെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ വീശുന്ന കാറ്റിന് പോലും പഴയ കഥകൾ പറയാനുണ്ടെന്ന് തോന്നും. ഒരിക്കൽ സാമ്രാജ്യങ്ങളുടെ തലസ്ഥാനമായിരുന്ന ഈ ഭൂമിയിൽ രാജാക്കന്മാരുടെയും സൈന്യങ്ങളുടെയും ശില്പികളുടെയും ജീവിതത്തിന്റെ പ്രതിധ്വനികൾ ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ഓരോ വർഷവും ഇവിടെ എത്തുന്നു. ചിലർ ചരിത്രമറിയാൻ,
ചിലർ വാസ്തുവിദ്യയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ, മറ്റു ചിലരാകട്ടെ ഈ മഹത്തായ സ്മാരകത്തിന്റെ മുന്നിൽ നിന്ന് ഒരു നിമിഷം നിശബ്ദമായി അതിന്റെ ഗാംഭീര്യം അനുഭവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സൂര്യൻ പതുക്കെ അസ്തമിക്കുമ്പോൾ കുത്തബ് മീനാറിന്റെ നീണ്ട നിഴൽ ഭൂമിയിൽ പരക്കുന്നു. ആ കാഴ്ച നമ്മെ ഒരു സത്യം ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ വരുന്നു, പോകുന്നു, സാമ്രാജ്യങ്ങൾ ഉയരുന്നു, തകർന്നു വീഴുന്നു. എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിപരമായ കഴിവും കലാപാരമ്പര്യവും ചരിത്രവും കാലത്തെ അതിജീവിച്ച് എന്നും നിലനിൽക്കുന്നു. എട്ട് നൂറ്റാണ്ടുകളുടെ കഥകൾ നെഞ്ചിലേറ്റി ഇന്നും അഭിമാനത്തോടെ ആകാശത്തെ നോക്കി നിൽക്കുന്ന കുത്തബ് മീനാർ ഒരു ഗോപുരം മാത്രമല്ല, അത് ചരിത്രത്തിന്റെ കാവൽക്കാരനാണ്, സംസ്കാരത്തിന്റെ പ്രതീകമാണ്. അത് മനുഷ്യന്റെ അനന്തമായ സൃഷ്ടിയുടെ ശാശ്വത സ്മാരകമാണ്. ദില്ലിയുടെ ആകാശരേഖയിൽ ഇന്നും ഗംഭീരമായി ഉയർന്നു നിൽക്കുന്ന കുത്തബ് മീനാർ ചരിത്രത്തെ കാണാൻ മാത്രമല്ല, അത് അനുഭവിക്കാനും കൂടിയാണ് നമ്മെ ക്ഷണിക്കുന്നത്. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.